ഹലോ ഫ്രണ്ട്സ്, നിശാഗന്ധിയുടെ നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വളരെ കുറഞ്ഞ വിലയ്ക്ക് കുറച്ച് ജമന്തികളും ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളടുത്ത് കുറേ പേരായി പറയുന്നു നാടൻ ജമന്തികൾ എവിടെയെങ്കിലും കിട്ടുമെങ്കിൽ വെറൈറ്റീസ് ഉണ്ടെങ്കിൽ ഒന്ന് കൊണ്ടുവരാമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് യാദൃശ്ചികമായിട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ലോഡ് വന്നിരിക്കുന്ന പ്ലാൻസ് ആണ് കേട്ടോ ഈ കാണുന്നത്. ഇതിനകത്ത് ആദ്യം വരുന്ന ആൾക്കാർക്ക് നമുക്കൊരു 5 കളറൊക്കെ കൊടുക്കാം. ആദ്യം വരുന്ന ഒരു 5-10 ആളുകൾക്ക്. ബാക്കി വരുന്നവർക്ക് നമുക്ക് വെറും 4 കളേഴ്സാണ് കേട്ടോ തരാനായിട്ട് പറ്റുന്നത്. അപ്പോൾ നമ്മൾ ഓരോ വെറൈറ്റിയും ഇവിടെ കാണിക്കുന്നുണ്ട്. ഇതെല്ലാം നല്ല കളേഴ്സും നല്ല സുഗന്ധവും തരുന്ന പൂക്കളാണ് കേട്ടോ. ഒരുപാട് വലിപ്പമുള്ള ചെടികളൊന്നുമല്ല, എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലാണ് കേട്ടോ വരുന്നത്. ഇതൊരു ഡബിൾ ഷെയ്ഡാണ് വരുന്നത്. പിന്നെ വരുന്നത് ഒരു ചെറിയൊരു ലൈറ്റ് കളർ വേറൊരെണ്ണം വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഒരു റെഡും അതുപോലെ മഞ്ഞയും ആണ് കേട്ടോ. ഇതിനകത്ത് മഞ്ഞയും റെഡും ആണ് കേട്ടോ കുറച്ച് ചെറിയ സൈസ് വരുന്നത്. പിന്നെ ഈ ഒരു കളറാണ് കേട്ടോ, ഇത് നമുക്കൊരു 10 പ്ലാന്റിൻ്റെ അടുത്ത് അതിനകത്ത് വരുന്നുള്ളൂ. പിന്നെ ഈ കാണുന്ന ഒരു ലൈറ്റ് ഷെയ്ഡാണ്, ലൈറ്റ് ആണ്, പക്ഷെ അതിൻ്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ ഒരു ഡാർക്ക് കളറാണ് കേട്ടോ വരുന്നത്. അപ്പം നാടൻ ജമന്തിയാണ്. നാടൻ ജമന്തിന് എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാത്തവരുണ്ടായിരിക്കുമല്ലേ. അപ്പോൾ നമുക്ക് നമ്മുടെ ചാനലിനകത്ത് കുറച്ച് പുറകിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ജമന്തിയുടെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള കുറേ വീഡിയോസ് ഉണ്ട്. അപ്പോൾ ജസ്റ്റ് നമ്മളൊന്ന് പറയുകയാണ്, നമ്മൾ ബോക്സിനകത്ത് ഇരുന്നിട്ട് നമ്മുടെ കൈകളിലേക്ക് എത്തുന്ന ചെടികളാണ്. അപ്പോൾ അത് നമ്മൾ സാധാരണ പറയുന്നത് പോലെ തണലത്ത് വയ്ക്കുക. പിന്നെ നമ്മൾ പൂക്കളോട് കൂട്ടായിരിക്കും അയക്കുന്നത്. മഞ്ഞയിൽ ചിലപ്പോൾ പൂക്കൾ ചിലതിനകത്ത് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ 1-2 ദിവസമൊക്കെ നമുക്ക് ഈ പൂക്കൾ കാണണമെന്നുണ്ടെങ്കിൽ അത് ചെടിയിൽ നമ്മൾ നിർത്തുക. അത് കഴിഞ്ഞിട്ട് നമുക്കത് കട്ട് ചെയ്ത് കളയാം കേട്ടോ. അത് കട്ട് ചെയ്ത് കളഞ്ഞാൽ മാത്രമേ അതിനകത്തുനിന്ന് പുതിയ ബ്രാഞ്ചസ് വരികയും നല്ല ചെടികളായിട്ട് നമുക്ക് കിട്ടുകയുമുള്ളൂ. പിന്നെ ഈ ഒരു കളറാണ് കേട്ടോ, ഇതൊരു റെഡ് അല്ല, ഒരു മെറൂൺ അല്ലാത്തൊരു കളറാണ് വരുന്നത്. അപ്പോൾ ഈ മെറൂണും മഞ്ഞയുമാണ് സെയിം സൈസിനകത്ത് വരുന്ന പ്ലാന്റ്സ്. അതുപോലെ നമുക്ക് വെള്ളം വാർന്നു പോകുന്ന മണ്ണിനകത്ത് വെക്കാം, അതല്ലെങ്കിൽ ചകിരിച്ചോറിനകത്ത് വെച്ചാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ എല്ലാ ദിവസവും നനച്ചു കൊടുക്കരുത്. പിന്നെ തണലത്ത് വെക്കുക. പുതിയ പൂക്കൾ വന്ന് കൊഴിഞ്ഞു പോകുന്ന സമയങ്ങളിലും നമ്മൾ കൊഴിഞ്ഞു പോകുന്നതിൻ്റെ ഒരു 2-3 ദിവസം മുന്നേ കൂട്ടിയിട്ട് ആ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് നിർത്തുക. പൂവ് കൊഴിഞ്ഞു പോകാനായിട്ട് അനുവദിക്കരുത് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മുടെ ചെടി ഹെൽത്തായിട്ട് വരികയുള്ളൂ. നമ്മൾ ആ ഒരു പൂവ് കൊഴിഞ്ഞു പോയിട്ട് കരിഞ്ഞുണങ്ങി പോട്ടെ എന്ന് കരുതുമ്പോൾ അതോടുകൂടി നമ്മുടെ ചെടിയും കേടുവരാനായിട്ട് സാധ്യത ഒരുപാട് കൂടുതലാണ്. അപ്പോൾ അതിനകത്ത് പിന്നെ നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഫെർട്ടിലൈസേഴ്സ് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെറിയ രീതിയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഇതൊക്കെയാണ് കേട്ടോ ഈ പ്ലാന്റ്സിൻ്റെ സൈസ് വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 2 വെറൈറ്റീസിൽ ഉള്ള പ്ലാന്റ്സിന് അത്യാവശ്യം ഒരേപോലത്തെ സൈസാണ്. പിന്നെ മഞ്ഞയും റെഡും ചെറിയ സൈസിൽ വരുന്ന പ്ലാന്റ്സ് കൂടിയാണ് കേട്ടോ. കൊറിയർ ചാർജ് ഉൾപ്പെടെ നമുക്ക് വരുന്നത് 4 കളറിന് 220 രൂപയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ ചെറിയ ചെറിയ വിശേഷങ്ങൾ. മറ്റു നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.